ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്തിന്റെ രാജി അനിവാര്യമെന്ന് LDF-ൽ വിലയിരുത്തൽ. നടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് മുന്നണിയിൽ ചർച്ച സജീവമായത്. യുവനടിയുടെ പീഡനാരോപണത്തിൽ സിദ്ദിഖിനെതിരെ നിയമ നടപടിയെടുക്കുന്ന കാര്യം പോലീസും പരിശോധിക്കുകയാണ്. ഷഫീദ് റാവുത്തർ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തും. ഷഫീദ്, നേരത്തെ തന്നെ രാജിക്കൊരുങ്ങുന്നു, രാജിയിലേക്ക് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതിപ്പോൾ LDF ഗൗരവമായി ചർച്ച ചെയ്യുന്നു എന്ന പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? പ്രവിത, ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം നിലവിൽ ഇപ്പോൾ ഈ രഞ്ജിത്ത് ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അക്കാദമി ചെയർമാൻ ചുമതലയിലിരിക്കുന്നത് അത് വലിയ തരത്തിൽ സർക്കാരിന് ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അത് മുന്നണിയിലും ഒരു വിലയിരുത്തലായി ഉയർന്നു. നേരത്തെ തന്നെ മുന്നണിയിലെ ഒരു വലിയ വിഭാഗത്തിന് രഞ്ജിത്തിനെ മാറ്റണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി അനിവാര്യമെന്ന് ഇടതുമുന്നണിയിൽ വിലയിരുത്തൽ ഉയർന്നിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും നിലവിലെ സാഹചര്യത്തിൽ രഞ്ജിത്ത് രാജിവെക്കുന്നതാണ് ഉചിതമെന്ന ഇടതുമുന്നണിയിൽ സജീവ ചർച്ച ഉയർന്നതോടുകൂടിയാണ് മുന്നണിയും അങ്ങനെ ഒരു വിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, നടൻ സിദ്ദീഖിനെതിരെ ഇന്നൊരു യുവനടി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സിദ്ദീഖിനെതിരെ നിയമ നടപടി, ആ പരാതിക്കാരി ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി വന്നാൽ കേസെടുത്ത് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. രേവതി സമ്പത്തായിരുന്നു തന്നെ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സിദ്ദീഖ് ഒരു സിനിമയുടെ പ്രൊജക്ട് ആലോചന എന്ന പേരിൽ വിളിച്ചു വരുത്തി ചില ശ്രമങ്ങൾ നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ സിദ്ദീഖിനെതിരെയും നിയമ നടപടി അത് സർക്കാരിന്റെ ആലോചനയിലുണ്ട്, അല്ലെങ്കിൽ മുന്നണിയുടെ ആലോചനയിലുണ്ട്. അത് ഒരു പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് രഞ്ജിത്തിന്റെ രാജിയും അതേപോലെ തന്നെ സിദ്ദീഖിനെതിരെ നിയമ നടപടിയും, നാളെ അക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. പ്രവിത. ഷഫീദ്, ഈ സിദ്ദിഖിനെതിരായ നടപടി, ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരായ നടപടി, അതിൽ രഞ്ജിത്തിനോട് ഉടൻ തന്നെ സ്ഥാനം ഒഴിയണമെന്ന് സർക്കാർ ആവശ്യപ്പെടുമെന്നുള്ളതിൽ വ്യക്തത വരുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഈ മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വികാരം അത് കണ്ടില്ലെന്ന് അടിക്കാൻ സർക്കാരിന് കഴിയില്ല. നേരത്തെ തന്നെ തലവേദന ഉണ്ടാക്കാതെ, പ്രതിസന്ധി ഉണ്ടാക്കാതെ വിഷയം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നയം, സർക്കാരിന്റെ നിലപാട്. അത് ആ സാഹചര്യത്തിലേക്ക് സർക്കാർ എത്താൻ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരെങ്കിലും പരാതിയുമായി എത്തിയാൽ നിയമ നടപടി എന്നുള്ളത് സിനിമാ മന്ത്രി സജി ചെറിയാൻ അടക്കം പരസ്യമായി പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെ ശ്രീലേഖ മിത്ര വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിൽ സർക്കാരിന് ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇനി സിദ്ദീഖിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഗൗരവമുള്ളൊരു പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവനടി ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, പരാതിയിൽ പലതരത്തിലുള്ള അന്വേഷണ സാധ്യത, രേവതി സമ്പത്തിന്റെ ആരോപണത്തിൽ പലതരത്തിലുള്ള അന്വേഷണ സാധ്യത പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതൊരു പീഡന അനുഭവം എന്ന രീതിയിൽ തന്നെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. അത് വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് ആ ദുരനുഭവം ഉണ്ടായതെന്നും മാത്രവുമല്ല പേരടക്കമുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും നിയമ നടപടി സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് മുന്നിൽ വലിയ സമ്മർദ്ദമായി മാറും. അതുകൂടി മുന്നിൽ കാണുന്നുണ്ട് മുന്നണി. CPM-ഉം സമാനമായ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രവിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ രീതിയിൽ എത്ര ഉന്നതരായാലും പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന രീതിയിലേക്ക് ഇപ്പോൾ മന്ത്രിമാരടക്കം പ്രതികരിക്കുന്നു. അപ്പം LDF വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലീസിന്റെ നീക്കം എന്താണ് എന്നതിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.